മലയാളികൾക്കേറെ പ്രിയങ്കരിയായ തെന്നിന്ത്യൻ നടിയാണ് മീന. സൂപ്പർ താരങ്ങളുടെ നായികയായി ഒരു കാലത്ത് തിളങ്ങി നിന്ന് നടി ഇപ്പോഴും നായികയായി സജീവമാണ്. ഇതിനിടെ വിവാഹിതയാവുകയും ഒരു കുഞ്ഞിന്റെ അമ്മയാവുകയും ഒക്കെ ചെയ്തെങ്കിലും അഭിനയത്തിൽ സജീവവുമായിരുന്നു. 2 വർഷം മുൻപ് നടിയുടെ ഭർത്താവ് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് മീന വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത്. അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുകയായിരുന്നു നടിയുടെ ഭർത്താവ് വിദ്യാസാഗർ മരണപ്പെടുന്നത്. പിന്നാലെ നടി അഭിനയത്തിലേക്കും കരിയറുമായി ബന്ധപ്പെട്ട തിരക്കിലേക്കും കടന്നു. ഇത് വ്യാപകമായ വിമർശനങ്ങൾക്ക് കാരണമായി. ഇതിനിടയിൽ മീന രണ്ടാമതും വിവാഹിതയാകുന്നു എന്ന തരത്തിൽ പ്രചരണങ്ങളുണ്ടായി. ചില നടന്മാരുടെ പേരുകൾ ചേർത്ത് വാർത്ത വന്നതോടെ നടി ഇതിലെ സത്യാവസ്ഥ വെളിപ്പെടുത്തി രംഗത്ത് വന്നു. ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് മീനയുടെ സുഹൃത്തും തെന്നിന്ത്യൻ നടനുമായ ശരത് കുമാർ. ഇപ്പോൾ ഈ ലോകം മുഴുവൻ സോഷ്യൽ മീഡിയയും ടെക്നോളജിയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ഇതുപോലൊക്കെയുള്ള കഥകളൊക്കെ വരാൻ തുടങ്ങിയത്. മുൻപുള്ള താരങ്ങൾ ദിവസവും എന്തൊക്കെ ചെയ്തിരുന്നു, എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യും. സെലിബ്രിറ്റികൾ വീണ്ടും വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. മീനയുടെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഇവരൊക്കെ ആരാണ്? അവരുടെ ജീവിതം എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്നത് അവരല്ലേ. മറ്റുള്ളവർ എന്തിനാണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത്? എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യമില്ലേ? ആ നടി ഇങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിൽ വന്ന് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു തരാറുണ്ടോ? പിന്നെ എന്തിനാണ് താരങ്ങളുടെ ജീവിതത്തിൽ കയറി ഇടപെടുന്നത്? ബാലതാരമായി സിനിമയിലെത്തി പിന്നീട് നായികയായി വളർന്ന മീന മലയാളത്തിൽ, തമിഴിലും തെലുങ്കിലുമൊക്കെ സൂപ്പർ താരങ്ങളുടെ നായികയായി അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ കരിയറിൽ തിളങ്ങി നിൽക്കുന്ന കാലത്താണ് 2009 നടി വിവാഹിതയാകുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വിദ്യാസാഗർ ആയിരുന്നു മീനയുടെ ഭർത്താവ്. ഇരുവർക്കും നൈനിക എന്നൊരു മകളുമുണ്ട്. 2016 വിജയ് തെറി എന്ന സിനിമയിൽ നൈനിക അഭിനയിച്ചിരുന്നു. ഭർത്താവിനും മകൾക്കുമൊപ്പം സന്തുഷ്ടയായി ജീവിക്കുന്ന മീന സിനിമയിലും സജീവമായിരുന്നു. എന്നാൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അലട്ടിയിരുന്ന വിദ്യാസാഗർ 2022 ജൂണിൽ മരണപ്പെടുകയായിരുന്നു.